പാലക്കാട് ഇന്ന് ആവേശം കൊട്ടിക്കലാശത്തിലേക്ക്. ഇരട്ട വോട്ടുകൾ നീക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ന് കളക്ട്രേറ്റ് മാർച്ച്. വിവാദങ്ങൾക്കും അപ്രതീക്ഷിത ട്വിസ്റ്റുകൾക്കും പിന്നാലെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. 1 മാസത്തോളം നീണ്ടുനിന്ന പ്രചാരണം വൈകിട്ട് 6-ന് കൊട്ടിക്കലാശത്തോടെയാണ് സമാപിക്കുക. 3 മുന്നണി സ്ഥാനാർത്ഥികളുടെയും റോഡ് ഷോ ഉച്ചയ്ക്ക് ആരംഭിക്കും. എല്ലാ പ്രകടനങ്ങളും പാലക്കാട് സ്റ്റേഡിയം പരിസരത്താണ് സമാപിക്കുക. അതിനിടെ ഇന്ന് കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇടതുമുന്നണി. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ റോഡ് ഷോ ഉച്ചയ്ക്ക് 2-ന് ഒലവക്കോട് നിന്ന് തുടങ്ങും. LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന്റെ റോഡ് ഷോ വൈകിട്ട് 4-ന് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന്റെ റോഡ് ഷോ മേലാമുറി ജംഗ്ഷനിൽ നിന്നുമാണ് തുടങ്ങുക. പി സരിൻ കോൺഗ്രസ് വിട്ട് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയതു മുതൽ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശം വരെ ഒട്ടേറെ ട്വിസ്റ്റുകൾക്കാണ് ഈ കാലയളവിൽ പാലക്കാട് സാക്ഷിയായത്. ഇതിനിടെ മണ്ഡലത്തിലെ ഇരട്ട വോട്ടിൽ നടപടി ആവശ്യപ്പെട്ട് ഇടതുമുന്നണി ഇന്ന് കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തും. രാവിലെ 10 മണിക്കാണ് മാർച്ച്. 2700ഓളം ഇരട്ട വോട്ടുകൾ പാലക്കാടുണ്ടെന്നും ഇവ നീക്കം ചെയ്യണമെന്നുമാണ് CPM നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുള്ളത്. BJP ജില്ലാ പ്രസിഡന്റ് ഹരിദാസൻ അടക്കമുള്ളവരുടെ വോട്ട് ചൂണ്ടിക്കാട്ടിയാണ് ബഹുജന പ്രക്ഷോഭം. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും ഇടതുമുന്നണി ആവശ്യപ്പെടുന്നു. വ്യാജ വോട്ടുകൾ ചേർത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ BJPയും UDFും ശ്രമിക്കുന്നുവെന്നാണ് LDF ആരോപണം.